إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിൽ തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു ഖുതുബയിൽ നോമ്പിനെ കുറിച്ചും അതിന്റെ ഏതാനും ശ്രേഷ്ഠതകളും അല്പം ചില വിധിവിലക്കുകളുമാണ് നമ്മൾ സംസാരിച്ചത്. നോമ്പ് എന്ന ഇബാദത്ത് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും വരാനിരിക്കുന്ന റമളാനാകുന്ന പവിത്ര മാസത്തിൽ നമ്മുടെ ആയുസ്സിനെ നമ്മൾ ചെലവഴിക്കുമ്പോഴും നമ്മുടെ എല്ലാം ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ആത്യന്തികമായി നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ആ ഇബാദത്ത് ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് നമുക്ക് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. ഒരു സുബ്ഹാനല്ലാഹ് പോലും, ഒരു തസ്ബീഹ് പോലും അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ല എങ്കിൽ, അവന്റെ ഉദവി ഇല്ല എങ്കിൽ നമുക്കാർക്കും പറയാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. ഏത് ഇബാദത്തായിക്കോട്ടെ,
നമ്മൾ ചെയ്യുന്ന എത്ര നിസ്സാരമായ ഇബാദത്താണ് എങ്കിലും പടച്ച റബ്ബിന്റെ അപാരമായ തൗഫീഖിനാലാണ് നമ്മളതെല്ലാം പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും എന്ന തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ടാകണം. നമ്മളെയെല്ലാം ഇസ്ലാമിന്റെ വക്താക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തവരാണ്. പടച്ച റബ്ബിന്റെ ആ ഒരു മാലോകരിൽ നിന്ന് ഇസ്ലാമിന്റെ വക്താക്കളാകാൻ അല്ലാഹു നമ്മെ തിരഞ്ഞെടുത്തു എന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. ഇസ്ലാമിന്റെ വക്താക്കളായി ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅ നബിയും സഹാബത്തും എപ്രകാരമാണോ ജീവിച്ചത്, മാതൃക കാണിച്ചു തന്നത്, അതേ രൂപത്തിൽ ജീവിക്കാനും എങ്ങനെയാണോ അവർ അള്ളാഹുവിനെ ആരാധിച്ചത് അതേ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാനും ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അറിയാനും അടുത്തറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്താണ് അത് എന്നുള്ളത്. ഹിദായത്ത് പലർക്കും ലഭിക്കാതെ പോയ ശരിയായ ഇസ്ലാമിലേക്ക് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യക്കും മകനും, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രിയ പിതാവിന് ലഭിക്കാതെ പോയ ആ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നത് പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന വലിയ നിഅമത്ത് തന്നെയാണ്. ആ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ അതൊന്നും നമ്മുടെ ഒരു ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വല്ല കഴിവുകൊണ്ടോ നേട്ടം കൊണ്ടോ ഒന്നുമല്ല. പടച്ച റബ്ബിന്റെ അതിമഹത്തരമായ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ്, അവന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കാനും അതിന്റെ വക്താക്കളാകാനും നമുക്ക് സാധിച്ചു എന്നുള്ളത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധത്തിന്റെ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വയറ്റിൽ വിശപ്പിന്റെ കാഠിന്യത്താൽ 2 കല്ലുകൾ വെച്ച് കെട്ടിക്കൊണ്ട് കിടങ്ങു കുഴിക്കുകയാണ്. ആ സമയം അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടിയ 2 വരി കവിതയുണ്ട്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സല്ലൈനാ. അല്ലാഹുവേ, ഈ മതത്തിലേക്ക് നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടില്ലായിരുന്നു എന്ന ആ ഒരു യാഥാർത്ഥ്യം കവിതാ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാടിയതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഇസ്ലാമിന്റെ വക്താവാകാനും ഈ വരുന്ന റമദാൻ മാസത്തിൽ ജീവിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഒക്കെ അള്ളാഹു മാലോകരിൽ നിന്ന് നമ്മെ തെരഞ്ഞെടുത്തത് പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയുക എന്നതാണ് റമദാനിന് മുന്നോടിയായി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമ്മൾ കൊത്തിവെക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകളെ കണ്ടറിയാൻ, ആ നിഅമത്തുകളെ കുറിച്ച് തിരിച്ചറിവുള്ളവരായി മാറാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിനെ കണ്ടറിയുമ്പോൾ, തിരിച്ചറിയുമ്പോഴാണ് പടച്ച റബ്ബിനെ സ്നേഹിക്കാൻ, അവനോടുള്ള മഹബത്ത് നമുക്കുണ്ടാവുക. അത്യുത്സാഹത്തോടുകൂടി ആരാധനകൾ നിർവഹിക്കാൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അവന് വഴിപ്പെടുന്ന രൂപത്തിൽ ഈ റമദാനിനെ സജീവമാക്കാനുള്ള ഊർജം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കണ്ടറിയുമ്പോൾ മാത്രമാണ്. ഈ റമദാൻ മാസം നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. ആ റമദാനിൽ ശരിയായ അറിവോടുകൂടി തന്നെ ഈ റമദാനിനെ സജീവമാക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നു. റമദാനിനെ കുറിച്ച്, അതിലനുഷ്ഠിക്കുന്ന ഇബാദത്തുകളെ കുറിച്ച് പഠിക്കാനും അറിയാനുമുള്ള ഒട്ടേറെ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അത് അറിയണം. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണത്. നിർഭയത്വത്തോടുകൂടി നോമ്പെടുക്കാൻ ഉള്ള തൗഫീഖ്, നിർഭയത്വത്തോടുകൂടി 5 നേരം പള്ളിയിലേക്ക് വരാൻ
നിസ്കരിക്കാൻ, രാത്രി നിസ്കാരത്തിൽ പങ്കെടുക്കാൻ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയുള്ള സാഹചര്യവും സംവിധാനവും നമ്മുടെയൊക്കെ നാട്ടിലും നമുക്കെല്ലാം നൽകിയതും പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന വലിയ നിഅമത്തായി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പലരും മതിയായ ഭക്ഷണം ലഭിക്കാതെ നമ്മുടെയൊക്കെ മുമ്പിൽ തീന്മേശയിൽ വിഭവസമൃദ്ധമായ ആഹാരങ്ങളാണ് നോമ്പ് തുറക്കുന്ന സമയത്ത്. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അള്ളാഹു ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് വാരിക്കോരി തന്നു. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് കൊണ്ടുവേണം യഥാർത്ഥത്തിൽ ഈ റമദാൻ മാസത്തെ നമ്മൾ വരവേൽക്കാൻ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൃത്യമായി കണ്ടറിയുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മളിൽ ഉണ്ടാകേണ്ടുന്നത്. മറ്റൊന്ന്, നമ്മൾ എത്രയൊക്കെ ചെയ്താലും എത്രയൊക്കെ ഇബാദത്തുകൾ ചെയ്താലും അതെല്ലാം പരിപൂർണമാവില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കണ്ടറിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂനതകളെ സംബന്ധിച്ച കൃത്യമായ ബോധ്യവും ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ന്യൂനതകളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലെ 57 മുതലുള്ള ആയത്തൊരിക്കൽ പാരായണം ചെയ്യുകയാണ്. ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. സത്യവിശ്വാസികളായ ആളുകൾ അവർ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാൽ അവർ ഞെട്ടിത്തിരിക്കുന്നവരാണ്. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരാണവർ. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണവർ. അതോടൊപ്പം വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചരണ്ട് ഭയത്താൽ അവരുടെ ഹൃദയം ആ രൂപത്തിൽ ഭയപ്പാടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ പ്രവാചകരെ, അഹുമുൽ ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ. എന്തിനാണ് അവർ പേടിക്കുന്നത്? ഈ അല്ലാഹുവിനെ ആരാധിക്കുകയും ശിർക്ക് ചെയ്യാതിരിക്കുകയും സ്വതക്കകളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവര് പേടിക്കുകയാണ്. എന്തിനാണ് അവർ പേടിക്കുന്നത്? അഹുമുൽ ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ. രഹസ്യത്തിൽ മദ്യപിക്കുകയും അതുപോലെ മോഷണം നടത്തുകയും ചെയ്യുന്ന കുറ്റവാളികളാണ് അവർ. എന്തിനാണ് അവർ പേടിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ യബ്നത സിദ്ദീഖ്. അല്ലയോ സിദ്ദീഖിന്റെ പുത്രി, ഒരിക്കലും അങ്ങനെയല്ല. അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സദഖ കൊടുക്കുന്നവരാണ്. പക്ഷെ അവരുടെ പേടി വലാകിന്നഹും യഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും. അവരിൽ നിന്ന് ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടിയാണ് അവർക്ക്. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ അത് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നമ്മൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ അതിനോട് തുല്യമാവുകയില്ല. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് പകരമാവില്ല. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചാലും ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. മാത്രമല്ല, എന്തെല്ലാം കുറവുകളാണ്, എന്തെല്ലാം ന്യൂനതകളാണ്, എന്തെല്ലാം വൈകല്യങ്ങളാണ് നമ്മുടെയൊക്കെ ആരാധനകളിൽ ഉള്ളത്. ആ ഒരു തിരിച്ചറിവ് കൃത്യമായി നമുക്കെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. മുഅ്മിനിനെ കുറിച്ച് മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മുഅ്മിൻ അൽ മുഅ്മിനു ജമഅ ബൈന ഇഹ്സാനിൻ വ മഖാഫ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ നന്മകൾ ധാരാളം ചെയ്യും, അതോടൊപ്പം ഒരു പേടി അവനുണ്ടായിരിക്കും. അല്ലാഹു എന്റെ എന്തെങ്കിലും ന്യൂനത കൊണ്ട്, എന്റെ പോരായ്മ കൊണ്ട് ഈ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടി നിരന്തരം ഒരു മുഅ്മിനിന്റെ ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. നല്ലൊരു മുനാഫിക്കോ, അവൻ തിന്മകൾ ചെയ്യും, തെറ്റുകൾ ചെയ്യും, അതോടൊപ്പം ഒരു പ്രതീക്ഷയാണ്, വല്ലാത്തൊരു പ്രതീക്ഷ. ഇതൊക്കെ അല്ലാഹു പുറത്തു തരും, ഇതൊക്കെ അല്ലാഹു എനിക്ക് മാപ്പാക്കി തരും. തിന്മകൾ ധാരാളം ചെയ്യുന്നു, അതോടൊപ്പം പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നവരാണ് എങ്കിൽ അത് നിഫാഖിന്റെ അടയാളമാണ്.
വിഷയമാണ്, ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ആലയത്തിന്റെ പണി നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം അല്ലാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ഈ ആയത്ത് മഹാനായ താബിഈ പണ്ഡിതൻ വഹബ് ബിൻ മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ പാരായണം ചെയ്യുകയാണ്. അദ്ദേഹം വന്നിട്ട് കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ ഖലീലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ഖലീലായ ഇബ്രാഹിം, തർഫഉ ഖവായിമ ബൈത്തിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ഭവനങ്ങളുടെ പണിയാണ് താങ്കൾ പൂർത്തീകരിച്ചത്. എന്നിട്ടും വഅൻത മുഷ്ഫിഖുൻ അല്ലാ യുതഖബ്ബല മിൻഹും, താങ്കളിൽ നിന്ന് ഈ ഒരു പ്രവൃത്തി അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന് താങ്കൾ പേടിക്കുന്നു. അതുകൊണ്ടാണല്ലോ താങ്കൾ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഈ രൂപത്തിൽ ഒരു മഖാഫ, ഒരു പേടി, ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കുമോ എന്നൊരു ഭയം അവർക്കെല്ലാം ഉണ്ടായി എന്നതാണ്. അതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ ചെയ്താലും, എത്രയൊക്കെ ഇബാദത്തുകളിൽ മുന്നേറി കഴിഞ്ഞാലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, അല്ലെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ അറിവ്, അതുപോലെ അവന്റെ ഗാംഭീര്യത്തെ കുറിച്ചുള്ള ശരിയായ ധാരണ, അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എത്ര കണ്ട് വർദ്ധിച്ചാലും, എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ന്യൂനതകളെ കുറിച്ച്, നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ധാരണ നമുക്ക് കൂടും. അങ്ങനെ നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ധാരണ കൂടിക്കഴിഞ്ഞാൽ ഏത് സമയവും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്ന ഹൃദയവുമായി കൊണ്ടായിരിക്കും നമ്മൾ ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരുന്നാൽ പോലും, സഹാബത്ത് എണ്ണുകയാണ്, പ്രവാചകൻ ഒരു സദസ്സിലിരുന്നാൽ 100-ലേറെ തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമെന്നാണ് അവിടുന്ന് പ്രാർത്ഥിക്കാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു നൽകണം, എന്നോട് നീ പശ്ചാത്താപം നൽകണം, നീ പശ്ചാത്താപം നൽകുന്ന തവ്വാബാണ്, കരുണ കാണിക്കുന്ന റഹീമാണ് എന്ന പ്രാർത്ഥനയാണ്. ഒരു സദസ്സിൽ ഇരുന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100-ലേറെ തവണ ഈ ഒരു കാര്യം പറയുമെന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹ് നമ്മുടെ കുറവുകൾ തിരിച്ചറിയുമ്പോഴാണ് പശ്ചാത്തപിക്കുന്ന ഹൃദയം നമ്മളിൽ ഉണ്ടാവുക. ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ശാശ്വതമായ സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, ലൈ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, നിങ്ങളിൽ ആരെയും നിങ്ങളുടെ കർമ്മങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ എത്തിക്കുകയില്ല. മനുഷ്യരുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധ്യമല്ല. സ്വഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? റസൂലുള്ളാഹിന്റെ മറുപടി, അതേ, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യവും അവന്റെ ഔദാര്യവും എന്നെ കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളത് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളുടെ ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധ റമളാനിനെ നമ്മൾ വരവേൽക്കേണ്ടുന്നത്. കൂടുതലായി അധ്വാനിക്കാൻ അതെല്ലാം നമ്മളെ പ്രേരിപ്പിക്കണം. മഹാന്മാരായ താബിഈങ്ങൾ പറഞ്ഞതായി കാണാം, ഞാൻ നിസ്കരിച്ച 2 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ യതമന്നൈതുൽ മൗത്ത്, ഞാൻ മരണം ആഗ്രഹിക്കുമെന്നാണ്, മരണത്തെ ഞാൻ ആഗ്രഹിച്ചു പോകും എന്ന് വരെ പറഞ്ഞ മുൻഗാമികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ റമളാനിലുടനീളവും ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായി, നമ്മുടെ നോമ്പാകട്ടെ, രാത്രി നിസ്കാരാകട്ടെ, സ്വതക്കകളാകട്ടെ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ ചെയ്യുക. അസ്സിയാമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിനുള്ള പ്രതിഫലം ഞാൻ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു ഏറ്റതാണ്. ഏത് ഇബാദത്തും, അല്ലെ, നോമ്പ് എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടേറെ ഫലം ചെയ്യുന്ന ഒരു ഇബാദത്താണ്.
ചില ആളുകളൊക്കെ എന്റെ ശരീരമൊക്കെ ഒന്ന് നന്നാകാൻ വേണ്ടി, ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി നല്ലതാണ് നോമ്പ്, അതുകൊണ്ട് നോമ്പെടുക്കാം. അല്ലെങ്കിൽ എല്ലാവരും നോമ്പെടുക്കുന്നു, ഞാൻ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ എല്ലാവരും എന്ത് വിചാരിക്കും എന്ന് കരുതിക്കൊണ്ട് നോമ്പെടുക്കുന്നവർ, ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ നമുക്ക് സാധിക്കണം. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ, അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസത്താൽ, വിശ്വാസത്തിന്റെ അടിത്തറയാൽ, അതുപോലെ അവന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ആ നോമ്പ്. രാത്രി നിസ്കാരവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ പ്രീതി മാത്രം കൊതിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ, ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും റമളാനിൽ നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾക്ക് അതൊരു പരിഹാരമാണ്. സ്വതക്കകൾ നമ്മൾ വർദ്ധിപ്പിക്കുന്നു. സ്വതക്കകൾ കൊണ്ട് ധാരാളം ഭൗതികമായ നേട്ടമുണ്ട്. രോഗശമനത്തിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു മാർഗം സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ്. തദാവൂ മർദാകും ബിസ്സദഖ, നിങ്ങളിലെ രോഗികളെ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക. അഥവാ സ്വതക്കകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ രോഗശമനം ഉണ്ടാകും. അതുപോലെ നമ്മുടെ സമ്പത്തിന് അത് വർധനവുണ്ടാക്കി തരും. ഇതൊക്കെ ഭൗതികമായ സ്വതക്കയുടെ നേട്ടാണ്. എന്നാൽ സ്വതക്കകൾ കൊടുക്കുമ്പോൾ ഈ ഒരു ലക്ഷ്യമാണോ ആദ്യം ഉണ്ടാകേണ്ടത്? ഒരിക്കലുമല്ല. ആദ്യം നമുക്ക് വേണ്ടത് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ല, നിങ്ങൾക്ക് ഞാൻ സ്വതക്ക നൽകുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ ഒരു നിലപാടാണ് നമുക്കെല്ലാം ഉണ്ടാകേണ്ടുന്നത്. അതല്ലാതെ ഭൗതികമായ ലക്ഷ്യങ്ങൾ രണ്ടാമതാണ്. പ്രഥമമായി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ് ആ ഇബാദത്തുകളെല്ലാം നമ്മൾ നിർവഹിക്കേണ്ടുന്നത്. അതോടൊപ്പം റമളാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരാധനകൾക്ക് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ളത്. അതെല്ലാം ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുക, റജാ എന്ന കാര്യം കൂടി നമ്മൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത ആ കൂലി, ആ ഒരു പ്രതിഫലം അതെനിക്ക് ലഭിക്കുമെന്ന, അള്ളാഹു എനിക്ക് നൽകുമെന്ന അള്ളാഹുവിലുള്ള ആ ഒരു വിശ്വാസം കൃത്യമായി നമുക്കുണ്ടായിരിക്കണം. പടച്ച റബ്ബ് അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. ശരിയായ വണ്ണം നോമ്പെടുത്തു കഴിഞ്ഞാൽ, ശരിയായ വണ്ണം റമളാൻ മാസത്തെ സജീവമാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രതിഫലം അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. പല ഖുതുബകളിലൂടെ നമ്മൾ അത് കേട്ടതാണ്. റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരെ അള്ളാഹു സ്വർഗത്തിലേക്ക് ആനയിക്കും. നമ്മളത് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നോമ്പിലൂടെ ലഭിക്കുന്ന ആ മഗ്ഫിറത്ത്, ഖിയാം റമളാനിലൂടെ നമുക്ക് ലഭിക്കുന്ന മഗ്ഫിറത്ത്, അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കണം. ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകരുത്. ശരിയായ ഒരു റജാ, പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ റമളാൻ എന്നുള്ളത് കഴിഞ്ഞ റമളാനും അതുപോലെ വരാനിരിക്കുന്ന റമളാനും ഇടയിലുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഫലത്തെ എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് വേണം റമളാൻ മാസത്തെ നമ്മൾ സജീവമാക്കാൻ. അഞ്ചാമതായി, റമളാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരിയായ അടിമയായി മാറാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി എന്നുള്ളത് അള്ളാഹുവിന്റെ അബ്ദാകാൻ, ശരിയായ അടിമയാകാൻ സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ആണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് അയച്ച പ്രവാചകനാണ്, അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. അങ്ങനെ വിശ്വസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടിഞ്ഞാൻ ഈ മതത്തിന്, അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. എവിടേക്കാണോ അള്ളാഹുവും റസൂലും നമ്മളെ വിളിക്കുന്നത് അവിടേക്ക് നമ്മൾ പോകണം. എവിടെയാണോ നിൽക്കാൻ പറഞ്ഞത് അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങോട്ടാണോ നമ്മളെ തിരിച്ചത് അവിടേക്ക് തിരിയാൻ നമുക്ക് സാധിക്കണം. പൂർണ്ണമായും നമ്മളെ സമർപ്പിക്കാൻ നമ്മളെല്ലാം തയ്യാറാകേണ്ടതുണ്ട്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ
ദുഉ ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകരിലേക്കും വിളിച്ചാൽ മുഅ്മിനുകളുടെ വാക്കെന്താണ്? സമിഅനാ വഅതഅനാ, ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഈ റമളാൻ അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ, അവന്റെ ശരിയായ അടിമയാണ് ഞാൻ എന്ന് തെളിയിക്കാനുള്ള അവസരമായി ഈ റമളാനിനെ നമ്മൾ കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ പവിത്രമായ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. പവിത്രമായ ആരാധനകളാണ് ഈ റമളാനിലുടനീളം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു അള്ളാഹു പവിത്രത കൽപ്പിച്ച ഈ ഒരു മാസത്തെ, അള്ളാഹു പവിത്രമായി കണ്ട ഇബാദത്തുകളെ, അതിന്റെ എല്ലാ പവിത്രതയും നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ റമളാനിൽ ജീവിക്കേണ്ടത്. ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് അവന്റെ ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ആദരിച്ച, അള്ളാഹു പവിത്രത കൽപ്പിച്ച ഈ മാസത്തെ, ഈ മാസത്തിന്റെ ഹുർമത്തിനെ നമ്മളാൽ അത് നശിപ്പിക്കാൻ പാടില്ല. പാപങ്ങൾ ചെയ്തുകൊണ്ട് ഒരിക്കലും ഈ ഒരു മാസത്തിന്റെ പവിത്രതയെ നമ്മൾ നശിപ്പിക്കരുത്. അതുപോലെ ഗഫ്ലത്ത് നമ്മൾ വെടിയണം. അശ്രദ്ധമായ ഒരു ജീവിതം ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, ഇനിയും നമ്മൾ അശ്രദ്ധവാന്മാരാകരുത്. അനാവശ്യമായി ഉറങ്ങി തീർത്തും അതുപോലെ കളിയിലും വിനോദങ്ങളിലുമായി ചെലവഴിച്ച് ഈ അമൂല്യമായ സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഗാഫിലീങ്ങളിൽ, ഒരിക്കലും അശ്രദ്ധാലുക്കളിൽ നമ്മൾ ആരും ഉൾപ്പെടാൻ പാടില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങേയറ്റത്തെ പരിശ്രമമാണ് ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് വേണ്ടത്. അതേപോലെ നോമ്പ് കൊണ്ട് കിട്ടേണ്ടത് അത് കിട്ടണം. വെറും പട്ടിണി കിടക്കാൻ വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. പട്ടിണി കിടക്കാൻ എല്ലാവർക്കും സാധിക്കും. ചെറിയ കുട്ടികൾ വരെ നോമ്പെടുക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾ വരെ നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കിട്ടേണ്ടത് എന്താണ്? അത് ലഭിക്കണം. തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ്, ഈമാനിന്റെ വർധനവാണ്. അവിടുന്ന് നോമ്പിന്റെ ലക്ഷ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്, അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നോമ്പ് എന്നുള്ളത് ഭക്ഷണ പാനീയം ഒഴിവാക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ കണ്ണിനും കാതിനും നമ്മുടെ അവയവങ്ങൾക്കെല്ലാം നോമ്പുണ്ടായിരിക്കണം. എല്ലാം അല്ലാഹു ഹറാമാക്കിയതിൽ നിന്ന് എല്ലാത്തിനെയും, എല്ലാ ശരീരഭാഗങ്ങളെയും എല്ലാ ഹറാമിൽ നിന്നും പിടിച്ചു വെക്കാൻ ഈ നോമ്പ് കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ആ നോമ്പിന്റെ ലക്ഷ്യം കൃത്യമായി ലഭിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ നോമ്പുണ്ടാകേണ്ടുന്നത്. നോമ്പിന്റെ ലക്ഷ്യമായി നമ്മൾ പറഞ്ഞത് ഈമാനിന്റെ വളർച്ചയാണ്. ആ ഈമാനിന്റെ വളർച്ച ഉണ്ടാവുക അൽ ഈമാനു യസീദു ബിത്വാഅ, അനുസരണകൾ കൊണ്ടാണ്, അല്ലാഹുവിനെ അനുസരിക്കുന്നത് വഴിയാണ്, ഇബാദത്തുകൾ കൂടുതലായി ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക. അതുകൊണ്ട് കൂടുതലായി ഈ റമളാനിലെ ദിനരാത്രങ്ങളെ അധ്വാനിക്കാൻ നമ്മളെല്ലാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ലം യസൽ അലീമൻ ഖദീറ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ടുന്ന ഏതാനും കാര്യങ്ങളാണ് കഴിഞ്ഞൊരു ഖുതുബയിലൂടെ നമ്മൾ സൂചിപ്പിച്ചത്. നോമ്പിന്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുവാൻ വേണ്ടി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തി ഉള്ളവരായി നമ്മൾ മാറുക എന്നതാണ് നോമ്പിന്റെ ലക്ഷ്യമായി ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈമാനികമായ ഒരു വളർച്ച നമുക്കുണ്ടാകണം. നമ്മളൊക്കെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത് അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അള്ളാഹുവിന് വേണ്ടത് എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ തഖ്വയാണ്, ആ ഒരു സൂക്ഷ്മതയാണ്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകി യനാലുഹു തഖ്വ മിൻകും. നമ്മൾ ബലിയറുക്കുമ്പോൾ ആ ബലിയിലൂടെ
പോകുന്ന രക്തമോ അല്ലെങ്കിൽ അതിന്റെ മാംസമോ ഒന്നും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. മറിച്ച് അതിലൂടെ വലാകി യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ ആ തഖ്വയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തുന്നത്. അള്ളാഹു പറഞ്ഞതനുസരിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ്, പടച്ച റബ്ബ് ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കാനുള്ള ആ ഒരു മനസ്സ്, ഇതാണല്ലോ യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ. ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹിഹി, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും കീഴൊതുങ്ങുകയും അവൻ വിലക്കിയ കാര്യങ്ങളെ പരിപൂർണമായും ഒഴിവാക്കാനുള്ള സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ. അതാണ് ഈ റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്നത്. മറ്റൊരു കാര്യം, ഒരിക്കലും ഈ റമളാനിന്റെ സ്പെഷ്യലിസ്റ്റുകളായി നമ്മൾ മാറാൻ പാടില്ല. റമളാനിൽ മാത്രം ഒരു സ്പെഷ്യൽ തഖ്വ, അല്ലെ റമളാനിൽ മാത്രം ജമാഅത്ത് നിസ്കാരങ്ങൾ, റമളാനിൽ മാത്രം നമ്മുടെ നോമ്പ് പോലെയുള്ള റമളാനിൽ ഒരു സ്പെഷ്യലായി ആ രൂപത്തിലുള്ള ജീവിതമല്ല നമുക്ക് വേണ്ടത്. റമളാനിൽ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത അധ്വാനം വേണം, അത് ശരി തന്നെ. പക്ഷേ റമളാൻ കഴിഞ്ഞാലും അതെല്ലാം തുടരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമളാൻ കഴിഞ്ഞാലും അതെല്ലാം തുടരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറെ പ്രിയപ്പെട്ടത് പതിവായി ചെയ്യുന്നതാണ്. അത് കുറച്ചാണ് എങ്കിലും പതിവായി ചെയ്യുന്ന ഇബാദത്തുകൾ ഈ റമളാനിന് ശേഷവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതേപോലെ നമ്മൾ ഈ റമളാനിലൂടെ നേടുന്ന ഒരു ചൈതന്യം ഉണ്ടാകും, ആത്മീയമായ ഒരു ഈമാനികമായ ഉന്മേഷവും ഉണർവും. അതൊരിക്കലും പിന്നീട് കെടുത്തിക്കളയരുത്, ഈ ആത്മീയ ചൈതന്യത്തെ നശിപ്പിച്ചു കളയരുത്. അല്ലാഹു പറഞ്ഞില്ലേ, വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ ചെയ്തികളെ, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങളായിട്ട് തന്നെ ബാത്തിലാക്കി കളയരുത്, നിങ്ങളായിട്ട് തന്നെ പൊളിച്ചു കളയരുത്. തഫ്സീറുകളിൽ കാണാം, ഐ ബിൽ കബായിർ, വൻപാപങ്ങൾ ചെയ്തുകൊണ്ട്. നമ്മൾ ചെയ്യുന്ന വൻപാപങ്ങൾ അത് നമ്മൾ ചെയ്ത നന്മകളെ ഇല്ലാതാക്കി കളയും. നമ്മൾ ചെയ്ത ഒട്ടേറെ നന്മകളെ പിന്നീട് നമ്മൾ ചെയ്യുന്ന വൻ പാപങ്ങൾ നശിപ്പിച്ചില്ലാതാക്കി കളയുമെന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ കർമ്മങ്ങളെ നമ്മളായി തന്നെ നശിപ്പിക്കാൻ പാടില്ല. ഒന്ന് പഴച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കാൽ വഴുതിയാൽ, സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് പിഴവ് സംഭവിച്ചാൽ ഉടനടി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ഒരിക്കലും ആ തിന്മയിൽ അടിയുറച്ചു നിൽക്കാൻ പാടില്ല. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ്ശൈത്വാനി തദക്കറൂ, മുത്തഖീങ്ങളായ ആളുകൾ, അവരെ പൈശാചികമായ വല്ല ദുഷ്പ്രേരണയും അവർക്ക് ബാധിച്ചു കഴിഞ്ഞാൽ തദക്കറൂ, അവർ ചിന്തിക്കും, അവർ ഉറ്റാലോചിക്കും. ഫൈദാ ഹും മുബ്സിറൂൻ, ഉൾക്കാഴ്ചയുള്ളവരായി അവർ മാറും. വേഗം ആ തിന്മയിൽ നിന്ന് അവർ തിരിഞ്ഞു നടക്കും. മുഅ്മിനീങ്ങളുടെ ഗുണമായി അള്ളാഹു പറഞ്ഞതാണ്. ഈ ഒരു സ്വഭാവ ഗുണങ്ങളെല്ലാം നമുക്കുണ്ടാകണം. ഇങ്ങനെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ റമളാനിലുടനീളവും റമളാനിന് ശേഷവും നമ്മുടെ ഹൃദയത്തെ നമ്മൾ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, റമളാനുമായി ബന്ധപ്പെട്ട് നൽകി വരുന്ന കിറ്റ്, അത് സാധുക്കളായ ആളുകൾക്ക് നൽകി വരുന്ന ആ കിറ്റ്, അത് നൽകാൻ ആഗ്രഹിക്കുന്നവർ ഈ പള്ളിയുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന നോമ്പുതുറയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾക്കും ചെലവായി വരുന്നത് 2000 രൂപയാണ്. അത് നൽകാൻ ആഗ്രഹിക്കുന്നവരും കമ്മിറ്റിയെ ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ എന്ന മാസത്തെ ലഭിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് നാശമെന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും പ്രാർത്ഥിച്ചതും. ആ ഒരു ഹതഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ റമളാൻ മാസത്തെ ഉപയോഗപ്പെടുത്താൻ
നാളെ പരലോകത്തേക്കുള്ള മുതൽക്കൂട്ട് ഈ റമദാനിലൂടെ നേടിയെടുക്കാൻ സ്വർഗപ്രവേശനം നേടുന്ന നല്ലവരായ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും മാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم